ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് അരീന. IPL മിനി ഓപ്ഷൻ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ടീമിൻ്റെയും സ്ക്വാഡ് ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതായത് ഏത് ടീമിൻ്റെ ബാറ്റിംഗ് നിരയാണ് ഏറ്റവും ശക്തർ, ഓരോ ടീമിൻ്റെയും ടോപ്പ് 6 ബാറ്റർമാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓപ്പണർമാരായിക്കൊണ്ട് രോഹിത് ശർമ്മ, കിൻഡൻ ഡീകോക്ക് എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, വിൽ ജാക്സ്, ഹാർദിക് പാണ്ഡ്യ എന്നീ താരങ്ങളെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ടോപ്പ് 6 ബാറ്റർമാർ വരുന്നത്. ഇനി RCBയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഫിൽ സാൾട്ടും ഓപ്പൺ ചെയ്തേക്കും. അതിനുശേഷം വെങ്കടേഷ് അയ്യർ, രജിത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ് എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് RCBയുടെ ബാറ്റിംഗ് ലൈനപ്പ് വരുന്നത്, ടോപ്പ് 6 വരുന്നത്. ഇനി കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫിൻ അലൻ, അതുപോലെ തന്നെ രഘുവൻഷി എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓപ്പണർമാരായിക്കൊണ്ട്. അതിനുശേഷം രഹാനെ, കാമറൂൺ ഗ്രീൻ, അതുപോലെ തന്നെ റിങ്കു സിംഗ്, രമൺദീപ് എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ, ആയുഷ് മാത്രെ, ബ്രവിസ്, രുദ്രാജ് ഗൈക്വാദ്, ശിവം ദൂബെ, പ്രശാന്ത് വീർ, ഇങ്ങനെയാണ് ടോപ്പ് 6 ബാറ്റർമാർ ചെന്നൈ സൂപ്പർ കിങ്സിൽ വരുന്നത്. അതിനുശേഷം പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻഷ് ആര്യ എന്നിവരെ നമ്മൾ ഓപ്പണർമാരായിക്കൊണ്ട് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ശ്രേയസ് അയ്യർ, നേഹൽ വധേര, ഓവൻ, ശശാങ്ക് സിംഗ് എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓപ്പണർമാരായിക്കൊണ്ട് യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ സൂര്യവൻഷിയും ഉണ്ടാകും. അതിനുശേഷം റിയാൻ പരാഗ്, കരൺ, ജൂറൽ, ജഡേജ എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓപ്പൺ ചെയ്യാൻ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ഉണ്ടാകും. അതിനുശേഷം ജോസ് ബട്ട്ലർ, ഫിലിപ്സ്, സുന്ദർ, ഷാരൂഖ് ഖാൻ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രാഹുൽ, അതുപോലെ തന്നെ ബെൻ ഡക്കറ്റ് എന്നിവരായിരിക്കും ഓപ്പൺ ചെയ്യുക. പിന്നീട് കരുൺ, നിതീഷ് റാണ, സ്റ്റെപ്സ്, അശുതോഷ് എന്നിവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി SRHന്റെ കാര്യം നോക്കുമ്പോൾ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇഷാൻ കിഷൻ, നിതീഷ്, അനികേത്, ലിയാം ലിവിങ്സ്റ്റൺ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. LSGയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാർക്രം, അതുപോലെ തന്നെ മാർഷ്, ഋഷഭ് പന്ത്, നിക്കോളാസ് പൂരൻ, ആയുഷ് സമദ് എന്നിവരെയാണ് ടോപ്പ് 6 ബാറ്റർമാരായിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒട്ടുമിക്ക ടീമുകൾക്കും മോശമല്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ശക്തർ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.